നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗ്രീഡ് സാറാണ്. പ്ലസ് ടു സേ പരീക്ഷ പല കുട്ടികളും ചോദിക്കുന്നത്, സാറേ ഇനി എങ്ങനെയായിരിക്കും പരീക്ഷ? പ്ലസ് ടു സേ ജൂൺ 29 തുടങ്ങും, ഒറ്റ മാസമേ ഉള്ളൂ, എങ്ങനെയായിരിക്കും സാറേ പരീക്ഷ? നിങ്ങൾ ഇത്രയും ചിന്തിക്കുക. ഇപ്പം നമ്മുടെ ഓൺലൈൻ ബാച്ചസിൽ നമ്മൾ 99% കൂടുതൽ വിജയ ശതമാനം നേടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സും വലിച്ചു വരിയുള്ള ക്ലാസ്സൊന്നും ഇല്ല. സിമ്പിളായിട്ടുള്ള നോട്ട്സും വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ എൻക്വയറി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻക്വയറി ചെയ്യുന്നവരാരും വിഷമിക്കേണ്ട. നമ്മൾ നാളെ ക്ലാസ് തുടങ്ങിയാൽ എല്ലാ ദിവസവും പുത്തൻ ബാച്ചസും ഉണ്ട്. അതിനകത്തൊന്നും നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ വേണ്ട. അപ്പം ഫീസും വളരെ തുച്ഛമാണ്. കാരണം ഒരു വിഷയത്തിന് 1000 രൂപയും 2 വിഷയത്തിന് 1500, 2 വിഷയത്തിൽ കൂടുതൽ എത്ര വിഷയം നിങ്ങൾ ഫെയിലായാലും നിങ്ങൾക്ക് 2500 രൂപയുള്ളൂ ഫീസും. അന്നേരം കൃത്യമായ ക്ലാസ്, സിമ്പിൾ നോട്ട്സ്, ഈസി ആയിട്ട് ജയിക്കും എന്നുള്ള 100% ഉറപ്പാണ് നമ്മൾ പറയുന്നത്. പിന്നെ പരീക്ഷ കടുപ്പമാണോ ചോദിച്ചാൽ കടുപ്പമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അടുത്ത വർഷം ടെക്സ്റ്റുകളൊക്കെ മാറുകയാണ്. അന്നേരം ഈ വർഷം ഇച്ചിരി കാര്യമായിട്ട് പഠിക്കണം. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തോക്കത്തില്ല. കാരണം അടുത്ത വർഷം ടെക്സ്റ്റ് മാറുകയാണ്, പുത്തൻ സിലബസ് ആകുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ടും എല്ലാവരും ജയിപ്പിച്ചു വിടണമെന്ന് ഗവൺമെൻറ് യാതൊരു കാര്യവുമില്ല. കാരണം ജയിപ്പിച്ചു വിട്ടാലും പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഈ വർഷമൊക്കെ നല്ലപോലെ പിടിച്ച് ഇത്ര 1 ലക്ഷം കുട്ടികളോളം തോക്കുന്നതിനുള്ള കാരണം. ഇച്ചിരി പിടിച്ച് വാല്യുവേഷൻ നടത്തത്തുള്ളൂ. മാത്രമല്ല ഡബിൾ വാല്യുവേഷൻ ഒന്നും ഇല്ല താനും. അതുകൊണ്ട് ഇച്ചിരി കാര്യമായിട്ട് പഠിക്കുക. കൃത്യമായിട്ടുള്ള എല്ലാ വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും കൃത്യമായിട്ട് തരും. അതുകൊണ്ട് നോ ടെൻഷൻ ആ കാര്യത്തിലും. ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് എഴുതിയേക്കുക. മാക്സിമം ഷെയർ ചെയ്തേക്കുക. പറഞ്ഞ പോലെ ടെൻഷൻ നല്ലതാണ് പഠിക്കുന്ന കാര്യത്തിൽ, പക്ഷെ അമിത ടെൻഷൻ വേണ്ട. നല്ല റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള സിമ്പിൾ ക്ലാസ്സും സിമ്പിൾ നോട്ട്സും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ്. അന്നേരം എല്ലാവർക്കും നല്ല മറുപടി ജയിച്ച് കയറട്ടെ. ഒരു ടെൻഷനും വേണ്ട. പേരൻസൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും. ഒരു ടെൻഷൻ വേണ്ട എന്ന് മാഷ് പറയുന്നു. അന്നേരം നെവർ എവർ ഗിവ് അപ്പ്.